അതുകൊണ്ടാണ് പറയുന്നത് ആവേശം എന്ന ഫിലിമിലെ രംഗണ്ണൻ ഒരു ഫിലോഫൈൽ അഥവാ അഫെക്ഷൻ സീക്കർ ആണെന്ന്. അതായത് ചെറുപ്പത്തിൽ വേണ്ട വിധത്തിലുള്ള ലവ് ആൻഡ് കെയർ കിട്ടാതെ വളർന്ന കുട്ടികളിൽ ഈവൻ അവർ വളർന്നാൽ കൂടെ മറ്റുള്ളവരുടെ അടുത്ത് നിന്നും ഇത്തരത്തിലുള്ള ഒരു സ്നേഹവും കെയറും ഒക്കെ കിട്ടാനുള്ള ഒരു ക്രേവിങ് നമുക്ക് കാണാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ അഫെക്ഷൻ സീക്കിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത്. ബന്ധങ്ങൾക്കൊക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് രംഗ. പണ്ടെപ്പോഴോ അമ്മയ്ക്ക് കൊടുത്ത പ്രോമിസിൻ്റെ പേരിൽ വളർന്ന് പന്തലിച്ചൊരു വലിയ കന്നഡിക ഗ്യാങ്സ്റ്റർ ആയിട്ട് കൂടെ സ്വന്തം കാര്യം കൊണ്ട് വയലൻസ് ഒന്നും കാണിക്കാതെ മറ്റുള്ളവരെ കൊണ്ടാണ് പണിയെടുപ്പിക്കുന്നത്. ബിബിയുടെ അമ്മ അദ്ദേഹത്തോട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തുമ്പോൾ പണ്ടെപ്പോഴും അദ്ദേഹത്തിന് ലഭിക്കാതെ പോയ ആ ഒരു വാത്സല്യം തിരിച്ചു ലഭിക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെ ക്ലിയർ ആണ്. ബർത്ത്ഡേ പാർട്ടിയുടെ ഇടയിൽ ബിബിയുടെ പേരൻസ് വിളിക്കുമ്പോൾ അവിടെ കാം ആൻഡ് ക്വയറ്റ് ആംബിയൻസ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒച്ചപ്പാടും ബഹളവും ഒക്കെ കുറയ്ക്കാൻ പറയുകയും തൻ്റെ ബർത്ത്ഡേ ആണെന്ന് ബിബിയുടെ അമ്മയോട് പറയാൻ ആംഗ്യം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ സ്നേഹത്തോടെയുള്ള ഒരു ബർത്ത്ഡേ വിഷ് ലഭിക്കുക എന്നതായിരിക്കാം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. കാര്യം വലിയ റൗഡിയൊക്കെ ആണെങ്കിലും മറ്റുള്ളവരോട് എളുപ്പത്തിൽ മിങ്കിളാകുന്ന ഒരു നിഷ്കു മൈൻഡ് സെറ്റാണ് രംഗയുടേത്. മയൂരി ബാറിൽ വെച്ച് തന്നോട് വന്ന് സംസാരിച്ച ബിബിയോട് കാര്യമായ ജാടയോ മറ്റോ ഇല്ലാതെയാണ് അദ്ദേഹം പെരുമാറുന്നത്. ഈയിടെ മോനെ എന്നുള്ള ആ ഒരു വിളിയിൽ തന്നെ ആ ഒരു ഇമോഷണൽ കണക്ഷൻ തോന്നാറുണ്ട്. വെട്ടും കുത്തുമാണ് പ്രധാന പരിപാടിയെങ്കിലും എവിടോ ഒരു ലോലഹൃദയമാണ് പുള്ളിക്കാരനുള്ളത്. കരിങ്കാളി റീലൊക്കെ എടുത്തിട്ട് റീച്ച് കിട്ടാതെ വരുമ്പോൾ ഉള്ള ഒരു വിഷമം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്കൂടെ സങ്കടം വരും. തന്നോട് സോറി പറയുന്നവരെ ഒക്കെ ഫോർഗീവ് ചെയ്യുന്ന ഒരു നേച്ചറാണ് പുള്ളിക്കാരൻ്റെത്. ബിബി ആൻഡ് ടീം അദ്ദേഹത്തോട് സോറി പറയുമ്പോൾ അവരെ വെറുതെ വിടുന്നുണ്ട്. അതേപോലെ തന്നെ 2 ഹിന്ദിക്കാരെ കൊല്ലാൻ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അവരും സോറി പറയുമ്പോൾ അവരെ വെറുതെ വിടുന്നതായിട്ട് കാണാം. ഇതിൻ്റെ എവിഡൻസ് ആയിട്ടാണ് അവർ ക്ലൈമാക്സിൽ രംഗണ്ണൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നിൽക്കുന്നത്.